ഹായ് ഹലോ. ഇന്ന് ഞാൻ എൻ്റെ കുപ്പിക്കയ്പ്പയും കുപ്പിപ്പീച്ചിലൊക്കെ ഒരു വിളവെടുപ്പാട്ടോ, അതൊന്ന് കാണിക്കുകയാണ്. ആദ്യം പിന്നെ പയറൊന്ന് ഞാൻ കാണിച്ചതാണ്. ഇതാണ് എൻ്റെ കയ്പ്പയും പീച്ചിലൊക്കെ കണ്ടില്ലേ, ഒക്കെ വിളവെടുക്കാനായതുകൊണ്ട് ചെറുത് ആവണതുണ്ട്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ കുപ്പിക്കയ്പ്പയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ കുപ്പിക്കയ്പ്പയും കുപ്പിപ്പീച്ചിലൊക്കെ. ഇങ്ങനെ ഇട്ടാൽ എന്താണെന്നറിയോ, അത് നമ്മൾക്ക് ഈച്ചയും ഇതൊന്നും വണ്ടൊന്നും വന്ന് കുത്തൂല. അങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ചീഞ്ഞു പോവുമല്ലോ, അപ്പോൾ അതങ്ങനെ പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുപ്പി ഇട്ട് കൊടുക്കുന്നത്. ആ പൂവ് വിരിഞ്ഞ ചെറിയതാകുമ്പോൾ തന്നെ ഇഷ്ടംപോലെ കുപ്പി നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ കുപ്പി അതിൻ്റെ അടിഭാഗം വെട്ടിയിട്ട് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ആ കുപ്പി ഇട്ടുകൊടുത്തിട്ട് കയറിട്ട് കെട്ടി കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഈച്ച കുത്തൂല, ഇട്ടതൊക്കെ ഉണ്ടാവും. അത് നമ്മളിങ്ങനെ കുപ്പി ഇടാതെ ഇട്ടാൽ അത് 2-3 ദിവസം കഴിയുമ്പോൾ കാണാം അതിങ്ങനെ പഴുത്ത് ഉണങ്ങിപ്പോണം. എന്താ വെച്ചാൽ ഈ ഈച്ചാൾ കുത്തിയിട്ടുണ്ടാവും. അത് ഞാനങ്ങനെ കുറേ നോക്കിയിട്ടുണ്ട്. എൻ്റെ പയറ് കണ്ടില്ലേ, പയറ് ഇത്ര പയറ് അതിൽ വന്ന് പറിച്ചേക്കണമെന്നറിയാം. ഇഷ്ടം പോലെ പയറ് ഞാൻ പറിച്ചേക്കണം കേട്ടോ. അതിൽ വന്ന് വള്ളി വലിച്ചിടട്ടെ എന്ന് എഴുതിട്ടാ, പിന്നെ അത് തഴുത്തയുമൊക്കെ പയറുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ വെക്കട്ടെ എന്ന് വിചാരിച്ചു. കുറേ പയറ് ഞാൻ 2 ദിവസം കൂടുമ്പോൾ നമുക്കൊരു ഉപ്പേരിയൊക്കെയുള്ള പയറ് ഞാൻ അതിൽ വന്ന് ഇറക്കും. ഒരു മുഞ്ഞൊക്കെ വരുന്നുണ്ട്. മുഞ്ഞ വന്നാൽ പിന്നെ അങ്ങനെ ഉണങ്ങിപ്പോവായിരിക്കും കുഞ്ഞത്. അപ്പോൾ നമ്മളെ കുപ്പി പീച്ചിലിതാ കണ്ടോ, നമ്മൾ അറന്ത് പറിക്കാൻ കേട്ടോ. നമുക്ക് 2 പീച്ചിലുണ്ടായാൽ മതി, നമുക്ക് ഉപ്പേരി വെക്കാനായില്ലേ. അത്രയും വലിയ പീച്ചിലാണ് കണ്ടില്ലേ. പയറുണ്ടല്ലേ, എത്ര പയറ് ഞാൻ ഇതിൽ നിറത്ത് വെച്ചതാണിത്. കയ്പ്പതാ, അത് നമുക്ക് പിന്നെ കൈ കൊണ്ട് തന്നെ പൊട്ടിക്കാം. കയ്പ്പൻ്റെ ഞെട്ടിക്ക് അത്ര ഉറപ്പുണ്ടാവില്ല, കൈ കൊണ്ട് മുറിച്ചാൽ പോലും. കയ്പ്പ കണ്ടില്ലേ, വലിയ കയ്പ്പയാണ്. അധികം മൂപ്പൊന്നും ആയിട്ടില്ല കേട്ടോ. അധികം മൂക്കാൻ നിന്നാൽ പിന്നെ അത് പഴുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കൈ കൊണ്ട് മുറിയില്ല. കൈ കൊണ്ട് മുറിച്ച് നോക്കിയതാണ്, പക്ഷെ മുറിയണില്ല. കത്രികേനെ എടുത്ത് മുറിക്കാൻ വിചാരിച്ചത്. അതെൻ്റെ മത്തൻ കണ്ടില്ലേ, മത്തൻ വള്ളി. ഞാൻ മത്തൻ്റെ ഒക്കെ തനിയെ പടവും മുളക്കണതാണ് ഇതൊക്കെ കേട്ടോ. ഒന്നും കുഴിച്ചിടണമെന്നല്ല, ഇതൊന്നും വിത്തിടണമെന്നല്ല. എൻ്റെ തക്കാളി ഉണ്ടല്ലേ, ഇതൊരു ചെറു തക്കാളിയാണ് കേട്ടോ, വലിയ തക്കാളിയല്ല. തക്കാളി ചെറുതാണ്, പക്ഷെ നല്ല നാടൻ തക്കാളിയാണ്. നല്ല പഴുത്ത് നിൽക്കുന്നത്. ഇതൊന്നും പറിക്കണില്ല കേട്ടോ, നമുക്ക് ഒന്നും കൂടെ ആവട്ടെ. നമുക്ക് വേണ്ട തക്കാളി ഒന്ന് പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ ഞാൻ അങ്ങനെ കേട്ടപ്പോൾ നമുക്ക് ആവശ്യമുള്ള 2-3 തക്കാളി അപ്പോൾ ഒന്ന് പറിച്ചങ്ങാണ്ടാണ് പോകുമെന്ന്. അത് നിൽക്കണ കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.